ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ മാമോദീസ മുക്കുമോ എന്ന തലക്കെട്ടോടുകൂടി പി.കെ. ഗീവർഗീസ് അച്ഛൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ഭാഗം സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞിന് മാമോദീസ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്, അത് വളരെ ശരിയാണ് എന്ന് അച്ഛനെ കൊണ്ട് കഴിയുന്നിടത്തോളം ആധികാരികമായി വ്യാഖ്യാനിക്കുന്ന, വചനത്തിന്റെ തെളിവിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വേദഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പ്രസംഗമാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അപ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്, യാതൊരു ബോധ്യമില്ലാത്ത കുഞ്ഞിന്, മുള്ളിയാൽ മൂളാൻ അറിയാന്നുള്ള കുഞ്ഞിന് മാമോദീസ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ആത്മീയതയുടെ വളരെ ഉയർന്ന പൊസിഷനിൽ ഫിലോസഫിയും സൈക്കോളജിയും ഒക്കെ ഒരല്പം കൂടുതൽ ചുരത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന ആ പ്രസംഗം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അപ്പോൾ ആ പ്രസംഗം എനിക്ക് പലരും ഇട്ടു തന്നിട്ട് അതിന്റെ വിശദീകരണം ഒന്ന് പറയണം എന്നും ആവശ്യപ്പെട്ടു. കാരണം പെന്തക്കോസ്റ്റുകാർ ചെയ്യുന്ന സ്നാനം തെറ്റാണ് എന്നും നാമധേയ ക്രൈസ്തവരുടെ മാമോദീസയാണ് വചനാടിസ്ഥാനത്തിൽ ശരിയെന്നും പൊതുവിലൊരു പ്രചരിപ്പിക്കലുണ്ട്. രണ്ടു കൂട്ടരും രണ്ട് രീതിയിലാണ് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പെന്തക്കോസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മുഴുകൽ സ്നാനമാണ് ശരിയെന്നും നാമധേയ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തളിക്കലാണ് ശരിയെന്നും വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. ഇതിൽ തളിക്കലോ കുളിക്കലോ അല്ല സ്നാനം എന്ന പദത്തിന്റെ പ്രധാനം. ഇതിന്റെ കാതൽ എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന് കൊടുത്തത് ബിരിയാണിയാണോ അതോ സാധാ ഊണാണോ എന്നതല്ല പ്രശ്നം. ആ കല്യാണം ചെറുക്കനും പെണ്ണും എടുത്ത ഉടമ്പടിയുടെ വാലിഡിറ്റിയാണ്, അതിന്റെ മൂല്യമാണ് പ്രധാനം. ബാക്കി നമ്മൾ കഴിക്കുന്നു, മറപ്പുറയെ പോകുന്നു, അതുവഴി ഇതിനുമായിട്ട് ബന്ധമില്ല. അതുപോലെ തന്നെയാണ് ഈ സ്നാനം എന്ന് പറയുന്ന പ്രതിഭാസത്തിൽ കുളിക്കുന്നോ തളിക്കുന്നോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പ്രാധാന്യം ഇതെന്തിടപാടെന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ അതിനെ വളരെ സരസമായി ഏതു മനുഷ്യനെയും വഴിതെറ്റിക്കാൻ പാകത്തിന്, ഏതു മനുഷ്യനും മനസ്സിലാകാൻ പറ്റുന്ന രീതിക്കെന്ന മട്ടിന് വളരെ വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്നല്പം കേട്ടുവെച്ച് നമുക്ക് വിശദീകരണത്തിലേക്ക് കിടക്കാം. ഈ ജെറമ്യാവ് കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് അറിയാമോ? ദർശനം കൊടുത്തു കഴിഞ്ഞിട്ട് ജെറമ്യാവിനോട് പറയുകയാണ്, നീ പോണം. എന്താ അവനോട് പറഞ്ഞേ? നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ വിശദീകരിച്ചു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കിയിരിക്കുന്നു, നീ പോണോന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞെന്ന് അറിയാവോ? എനിക്ക് സംസാരിക്കാൻ ശീലമില്ലാത്ത, ഭാഷ അറിയാത്ത ഒരു ബാലനാണ് ഞാൻ. വാക്സാമർഥ്യമില്ലാത്ത, വേണ്ടതുപോലെ സംസാരിക്കാൻ അറിയാത്തൊരു ബാലനാണ് ഞാൻ എന്നാണ് പറയുന്നത്. കർത്താവ് എന്താ പറഞ്ഞേ? നീ അങ്ങനെ പറയാൻ പാടില്ല. അയക്കുന്ന ആരാണ്? ഞാനാണ് അയക്കുന്നതെങ്കിൽ നിന്റെ എല്ലാ പരിമിതികളും ഞാൻ കൂടെ ഇരുന്ന് പരിഹരിക്കും. അപ്പൊ ബാലനെ പ്രവാചകനായിട്ട് അയക്കാൻ കൊള്ളാം? അവൻ സ്വയം ദൈവത്തോട് പറയുകയാണ്, ഞാൻ ബാലനാണ്. ദൈവം പറഞ്ഞു, ഞാൻ കൂടെ ഇരുന്ന് ഉദരത്തിൽ ഞാൻ വിശദീകരിച്ച് നീ ബാലനാണെന്ന് പറഞ്ഞ് പിന്മാറാൻ പറ്റുമോ? നീ പോയേ മതിയാകും. മാമോദീസയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പലപ്പോഴും പറയാൻ ചോദിക്കുക. അപ്പോ കൊച്ചുകുട്ടികളെ സ്നാനപ്പെടുത്തുവാൻ കഴിയും എന്നതിന് അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് വാക്യം ശ്രദ്ധിക്കുക. ജെറമ്യാവിനെ കർത്താവ് പ്രവാചകനായി നിയോഗിക്കുന്നു. അയാൾ ബാലനായിരിക്കുമ്പോൾ അദ്ദേഹത്തെ നിയോഗിച്ചു എന്നും, കർത്താവ് നിയോഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ബാലനാണ്, എന്നെ കൊണ്ട് ഇതിന് കഴിവില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ബാലന്മാർക്ക് പ്രവാചകനായിട്ടിരിക്കാൻ കഴിയും. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് സ്നാനം കൊടുത്തുകൂടാ എന്നതാണ് ചോദ്യം. എനിക്കിതിൽ മനസ്സിലാകാതെ പോകുന്ന കാര്യം, ഇത്രയും വിദ്യാഭ്യാസവും കഴിവും
പരിചയവുമുള്ള ഇവരൊക്കെ അറിവില്ലാത്തതായി അഭിനയിക്കുന്നതാണോ അതോ യഥാർത്ഥത്തിൽ അറിവില്ലാതിരിക്കുന്നതാണോ എന്നത് മാത്രമാണ് എനിക്കറിയില്ലാത്തത്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചുറ്റുവട്ടുകൾ നിർത്തേണ്ടതിന് വേണ്ടിയും തൊപ്പിയും കുപ്പായവും സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയും ഒക്കെ ഭൗതികമായ കാര്യങ്ങൾക്കായി അവർ വ്യാജം പറയുന്നതായിരിക്കാം. അതോ അറിയില്ലാതെ ഈ തൊപ്പിയും കുപ്പായും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിന്റെ മട്ടിൽ തന്നെ ബുദ്ധി നഷ്ടപ്പെട്ടതുപോലെ ഇങ്ങനെ ആയിപ്പോയതാണോ എന്നും എനിക്കറിയില്ല. നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 8-ാം വയസ്സിൽ രാജാവായ ആളെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. 8-ാം വയസ്സിൽ രാജാവായാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകും. അയാൾ രാജാവായിരുന്നാലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ അയാൾ വലിയ ആളല്ല. കാരണം അയാളുടെ ബാക്കി ഭരണം മുഴുവൻ നടത്തുന്ന വേറെ ടീമുകളാണ്. അയാൾ അവിടെ കസേരയിൽ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതറിയാം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇപ്പൊ നമുക്കറിയാം. വിദ്യാഭ്യാസ മന്ത്രി, അത് ഉന്നത വിദ്യാഭ്യാസമായാലും സാധാരണ വിദ്യാഭ്യാസമായാലും 2 മന്ത്രിമാരെ നമുക്കറിയാം. അവരുടെ അറിവും പ്രാപ്തിയും വർത്തമാനവും കേട്ടാൽ തന്നെ നമുക്കറിയാം they are not fit for that position. പക്ഷെ ആ 2 വകുപ്പുകളും വളരെ ഭംഗിയായിട്ട് പോവുകയാണ്. അതെങ്ങനെ പോകുന്നേ? അത് ആമ്പിള്ളേർ അവിടെ ഇരുന്ന് ചുക്കാൻ പിടിക്കുന്നത് കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് 8-ാം വയസ്സിൽ ഒരാൾ രാജാവായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളാണ് മുഴുവൻ ചുക്കാൻ പിടിക്കുന്നതല്ല, റബ്ബർ സ്റ്റാമ്പായിട്ട് അയാൾ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം വേറെയാണ്, പ്രവാചകനായി അയക്കുക എന്നതിന്റെ അർത്ഥം മറ്റൊന്നാണ്. ഇവിടെ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണ് ഇതിന്റെ ഇതിവൃത്തം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവെ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെയുണ്ടെന്ന യഹോവയുടെ അരുളപ്പാട്. ഇത് വളരെ രസകരമാണ്. ഇവിടെ കർത്താവ് യിരെമ്യാവിനെ പ്രവചിക്കുവാനായി പറഞ്ഞു വിടുമ്പോൾ അയാൾ പറയുകയാണ്, എന്നെ അയക്കരുത് കർത്താവെ, ഞാൻ ബാലനാണ്. ഈ പ്രായത്തിലിരിക്കുന്ന എന്നോട് കർത്താവ് ഒരു വലിയ കാര്യം പറഞ്ഞാൽ ഞാൻ പറയും, കർത്താവെ എനിക്ക് ത്രാണിയില്ലതിന്, ദയവായി എന്നെ വിടരുത്, എനിക്കതിനുള്ള കഴിവില്ല, മറ്റാരെങ്കിലും വിടൂ. ഇവിടെ ബാലൻ എന്ന് പറയുമ്പോൾ 12 വയസ്സാണെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. ആയിക്കോട്ടെ. എന്റെ ചോദ്യം, 12 വയസ്സുള്ള ഒരാൾക്ക് അയാളുടെ കയ്യിൽ ഒരു ഭാരം ഏൽപ്പിക്കുമ്പോൾ അത് എന്നെ കൊണ്ട് നടത്താനുള്ള കഴിവില്ലെന്ന് പറയാനുള്ള പ്രായമുണ്ടെന്നറിയണം. അപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ലോഡ് എത്ര വലുതാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അത് ചെയ്യാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഇല്ല എന്ന തിരിച്ചറിവും ഉള്ള ഒരു മനുഷ്യനല്ലേ യിരെമ്യാവ്. അതുകൊണ്ടല്ലേ അയാൾ പറയുന്നത്, എന്നെ അയക്കരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ 30, 35, 40 ദിവസമായ കൊച്ചിനെ തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവച്ച് തലയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ കൊച്ചിന് എന്താണെന്നറിയാമോ? ഇതിനെനിക്ക് പ്രാപ്തി ഉണ്ടെന്ന് പറയാനോ ഇല്ലെന്ന് പറയാനോ ആ കൊച്ചിന് പ്രാപ്തിയുണ്ടോ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ പരിജ്ഞാനമെങ്കിലും പിടിച്ചു കൊടുക്കാൻ നിൽക്കുന്നവർക്കും വെള്ളം ഒഴിക്കാൻ വെച്ചുകൊണ്ട് നിൽക്കുന്നവർക്കും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് എന്റെ ചിന്ത. പാവം ജനത്തെ, ഇടംകൈ വലംകൈ തിരിച്ചറിയാത്ത ജനത്തെ അവർ മുതിർന്നു വരുമ്പോൾ, അറിവുള്ളവരാകുമ്പോൾ തിരുവെഴുത്തുകൾ വായിച്ചു മനസ്സിലാക്കി സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് അവർ സ്നാനമേറ്റ് കർത്താവിനോട് ചേരാതിരിക്കാൻ വേണ്ടി പിശാച് ഇത്യാദി നാമധേയ സംഘടനകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജിമിക്കാണിത്. ഇത് ജനത്തെ കബളിപ്പിക്കുന്ന പരിപാടിയാണ്. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുമെന്ന് പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. അവർ ദുഷ്ടമനുഷ്യരാണ്, മായാവികളാണ്. ജനം ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കാതെ വണ്ണം അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യുവാൻ അവരെ അനുവദിക്കാതിരിക്കുന്ന
ഒരു പൈശാചിക തന്ത്രമാണ് അച്ചു ഇത് എന്ന് അച്ഛനെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇടയന് മനസ്സിലായില്ലെങ്കിൽ ആടുകളെങ്കിലും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ആടുകൾ ഉപദ്രവിക്കപ്പെടേണ്ടി വരും. അടുത്ത വാക്കൂടെ ശ്രദ്ധിക്കൂ. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിപ്പാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. അപ്പൊ നിങ്ങൾ അറിയണം, ബാലനെ ഏൽപ്പിക്കുന്ന പണി ഇടിക്കുക, പൊളിക്കുക, തകർക്കുക, പണിയുക. അപ്പൊ ഇതിനെ നിങ്ങൾ നോർമൽ ഭാഷയിൽ വ്യാഖ്യാനിച്ചാൽ ബിൽഡോസർ വെച്ച് ചെയ്യേണ്ട ഏതാണ്ടോ പണി ഇയാളാണ് ചെയ്യാൻ പോകുന്നത്. ഉളിയും ചുറ്റികയും വെച്ച് ചെയ്യാനുള്ള പണി ഇയാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ കരുതുവോ? കല്ല് പിടിച്ചു വെച്ച് പണിയാനുള്ള പണിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ കരുതുവോ എന്ന് എനിക്കറിയില്ല. ആവശ്യം വന്നാൽ ജനത്തെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ആ രീതിയിലും വ്യാഖ്യാനിക്കാൻ പൗരോഹിത്യവർഗം തയ്യാറാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഇടിക്കുക, തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഇടയിലുള്ള പാപത്തിന്റെ കോട്ടകളെ ഇടിക്കുക എന്നുള്ളതാണ്. പണിയുക എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ആത്മീക പണിയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെ ബാലൻ എന്ന് പറഞ്ഞാൽ എനിക്കതിനുള്ള പ്രാപ്തിയില്ല എന്ന് പറയാനുള്ള പ്രായം അയാൾക്കുണ്ട് എന്ന വസ്തുതയെങ്കിലും ഈ പാവം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അച്ചോ. അല്ലെങ്കിൽ ഈ ജനം വഴിതെറ്റിപ്പോകും. അങ്ങനെ ഈ ജനം താങ്കളുടെ തെറ്റിക്കൽ കാരണം, താങ്കളുടെ ബുദ്ധിപരമായ വഴിപിഴപ്പിക്കൽ കാരണം തെറ്റിപ്പോയാൽ അതിന് മറുപടി അച്ഛൻ പറയേണ്ടി വരും. അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ച് ജനത്തെ വഴിപിഴപ്പിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നാൽ ഞാൻ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് അച്ഛൻ അച്ഛന്റെ പണി ചെയ്തപ്പോ എനിക്കിത് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ല, ചിലരൊക്കെ പറയാറുണ്ട് കുറ്റം പറയുകയാണ്. തെറ്റിനെ തിരുത്തി പറയുന്നതിനെ കുറ്റമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ പറയുന്ന കാര്യം വചനാടിസ്ഥാനത്തിലാണ് പറയുന്നത്, അല്ലാതെ എന്റെ കുടുംബാടിസ്ഥാനത്തിൽ പറയുന്നതല്ല. വചനാടിസ്ഥാനത്തിൽ തിരുവഴുത്തുകളെ പറയേണ്ടുന്ന ഉത്തരവാദിത്വം, തിരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ചിലരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ചർച്ചിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ ചർച്ചിന്റെ കാര്യമല്ലല്ലോ ഇവിടുത്തെ വിഷയം, പൊതുജനത്തിന്റെ കാര്യമാണ്. ചർച്ചിന്റെ കെട്ടിടങ്ങൾ നിങ്ങൾ നോക്കിക്കോ, അതിന്റെ ബുക്കും പേപ്പറും നിങ്ങൾ വെച്ചോ, അതിന്റെ ജനന മരണ രജിസ്റ്റർ നിങ്ങൾ വെച്ചോ, അതിന്റെ പിരിവ് പുസ്തകവും നിങ്ങൾ വെച്ചോ. അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല. തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായ ഉപദേശങ്ങൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവകൾ തിരുത്തി പറഞ്ഞു കൊടുക്കേണ്ടെന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. താങ്കൾ വേണമെങ്കിൽ അത് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ കമന്റിൽ 4 തെറിയും പറഞ്ഞിട്ട് താങ്കൾക്ക് പോകാം. ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ഇതൊന്നും എന്റെ തൊലിപ്പുറത്ത് ഏശാറുമില്ല. അടുത്ത ഭാഗം കൂടി കേൾക്കാം. കൊച്ചിനെ കൊണ്ടാണോ മാമസായിക്ക് വരുന്നത്? ശരിയാ, അമ്മയെന്നോ അപ്പനെന്നോ എല്ലാം വിളിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ മാമസം നടക്കുന്ന എത്ര കാലത്തിനുള്ളില്ല, 2 മാസത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ സാധാരണ മാമസം വെക്കുന്നത്. അതിനെ കുറിച്ച് പലരും പറഞ്ഞ ഏറ്റവും പെട്ടെന്ന് തിരിയാത്ത കൊച്ചെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ സാധാരണ മാമസായിക്ക് വരുന്ന മാതാപിതാക്കളോട് ചോദിക്കും, അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയോ, അപ്പനെന്ന് വിളിക്കാൻ തുടങ്ങിയോ? അപ്പൊ അവരുടെ അടുത്തായി പറയില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ധാരണ എന്താ? മുമ്പേ പറഞ്ഞ പോലെയാണ്. വീണ്ടും ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോ നിക്കോദിമസ് ചോദിച്ച പോലെയാണ്. അപ്പൊ അമ്മയെന്ന് വിളിക്കണമെങ്കിൽ ഈ വാക്ക് ഉപയോഗിച്ച് വിളിച്ചെങ്കിലേ ആവുമെന്നാണ് അവരുടെ ധാരണ. മനസ്സിലായില്ലേ? അപ്പനെന്ന് അമ്മയെന്ന് വിളിക്കുന്നത് നമ്മുടെ ഈ സംസാര ഭാഷ ഉപയോഗിച്ച് വിളിച്ചെങ്കിലേ ആകുമെന്നാണ്. ഞാൻ അവരോട് ചോദിക്കുക, കുഞ്ഞ് മലക്കടെ കിടന്ന് കരയെ കാണി, അമ്മ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുക, ഉറക്കെ കരയുമ്പോ അമ്മ വന്ന് ഉമ്മ കൊടുത്തിട്ട് ഇടവിട്ടാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞ കൊച്ചെന്ത് ചെയ്യും? എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. അന്നേരം ഭീകര ചെന്ന് ഒരു ഉമ്മ കൊടുത്തിട്ട് ചേട്ടാ വിട്ടാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞ കൊച്ചെന്ത് ചെയ്യും? എന്നെ ചെയ്യും? 10 മടങ്ങ് ഉറക്കെ കരയും. കരയോ? ഉറപ്പാണോ? അപ്പൊ എന്റെ അമ്മ ആരാണ്? എന്റെ സ്വാതന്ത്ര്യം നിൽക്കുന്ന ആരാണ്? ഞാൻ കരഞ്ഞ വിളി കേൾക്കുന്ന എന്റെ അമ്മ ആരാണ് തിരിച്ചറിയാവുന്ന കൊച്ചിന്റെ പേരാണ് ഏറ്റവും പെട്ടെന്ന് തിരിയാത്തത്. എത്ര അന്യായമായ ന്യായങ്ങളാണ് അച്ഛൻ നിരത്തുന്നത്. കൊച്ചു കരഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ കൊച്ചു മുള്ളിയിട്ട് ഒന്ന് മൂളിയാൽ അമ്മ ഓടി വന്ന് തട്ടി അണച്ചാൽ കരച്ചിൽ മാറും അല്ലേ? അച്ഛൻ ചെന്ന് തട്ടിയാൽ കരച്ചിൽ മാറത്തില്ലെന്നാണ് പറയുന്നത്. അച്ഛോ, അമ്മ തന്നെ ചെന്ന് തട്ടണമെന്നില്ല. ആ കൊച്ചിന്റെ സഹോദരങ്ങളോ സ്ഥിരമായി ആ കൊച്ചിന്റെ അടുത്ത് ഇടപഴകുന്ന ആരെങ്കിലും മുട്ടിയാൽ മതി. അതല്ലാതെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൊച്ച് കരച്ചിൽ നിർത്തുന്നതല്ല. അമ്മമാർ മരിച്ചുപോയ വളരെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അമ്മമാർ മരിച്ചുപോയവർക്ക്
മറ്റമ്മമാരുടെ പാല് കൊടുത്ത് വളർത്തിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സ്വന്തം അമ്മയുടെ പാലല്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൊച്ചു തട്ടിമാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മമാരുള്ളവർ തന്നെ പാല് കൊടുക്കാൻ തികയാതെ വരുമ്പോൾ ബോട്ടിലിൽ ഫീഡ് ചെയ്യാറുണ്ട്, ഫീഡിങ് ബോട്ടിലിൽ കൊടുക്കാറുണ്ട്. അയ്യോ ഇത് എനിക്ക് തരുന്നത് മുലപ്പാലല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും കുഞ്ഞ് തട്ടാറുണ്ടോ? ഇല്ല. അത് വെച്ചുകൊടുത്താൽ മര്യാദയ്ക്ക് കടിച്ചുകൊണ്ടിരുന്നോളൂ. കരയുന്ന കുഞ്ഞിന് കരയാതിരിക്കാൻ പ്ലാസ്റ്റിക്കിലുള്ള നിപ്പിള് മാത്രം വായിക്കകത്ത് വെച്ച് കൊടുക്കാറുണ്ട്. ആ കൊച്ചു അത് കടിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അച്ഛന്റെ വിശ്വാസികൾ ഇരിക്കുന്ന പോലെ ഈ സാധനം വെച്ചു കൊടുത്താൽ മതി, അത് കടിച്ചുകൊണ്ടിരുന്നോളൂ. അവരുടെ വിചാരം ഇത് ഒറിജിനൽ നിപ്പിള് കടിച്ചിരിക്കുന്നെന്നാ. സുഹൃത്തെ, ഈ കുപ്പിയിൽ പശുവിൻ പാല് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നിപ്പിള് വെച്ച് കൊച്ചിനെ കൊണ്ട് ചപ്പിക്കുന്നു. പശുവിൻ പാല് പോലും ഇല്ലാതെ, കുപ്പി പോലും ഇല്ലാതെ വെറും പ്ലാസ്റ്റിക് നിപ്പിള് വായിക്കകത്ത് വെച്ചു കൊടുത്താൽ കടിച്ചുകൊണ്ടിരിക്കുന്ന അതിനെയാണ് നമ്മൾ കുട്ടികളെന്ന് പറയുന്നത്. അതാണ് ഇപ്പോ അച്ഛന്റെ കുഞ്ഞാടുകൾ. ഈ പ്ലാസ്റ്റിക് നിപ്പിള് വെച്ചു കൊടുക്കുക, അത് കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അച്ഛൻ പറയുന്നത് കേട്ടോണ്ട്. ബോധമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലച്ചോ. അച്ഛനോ എനിക്കോ അതുപോലെ ഒരു നിപ്പിള് തന്നാൽ മതിയോ? കടിച്ചു പിടിച്ചോണ്ടിരിക്കോ? നമ്മളൊക്കെ വളർന്നില്ലേ, തലയൊക്കെ നരച്ചില്ലേ? അപ്പൊ നമുക്കിപ്പോ അറിവുണ്ടായി. നമുക്കിപ്പോ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടണം, ഇന്ന വെള്ളം ഇത്ര ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടണം. നമ്മളെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത പിള്ളേർക്ക്, കുഞ്ഞാടുകൾക്ക് നിപ്പിളും പിടിപ്പിച്ച് അവര് കളിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജനത്തിന്, എടാ കുഞ്ഞെ ഇത് കള, ഇത് നീ കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അച്ഛൻ വളരെ ഗൗരവമായിട്ട് വളരെ സരസമായി ജനത്തെ പറഞ്ഞ് പറ്റിക്കുകയാണ്. എട്ടും പൊട്ടും തിരിയാത്തെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെയാണോ? കരഞ്ഞാൽ അമ്മ അടുത്ത് വന്നാൽ അറിയാം. അച്ചോ ഇങ്ങനെയൊന്നും പറഞ്ഞ് ജനത്തെ തെറ്റിക്കരുത്. സ്നാനത്തിന് ഇതുമായിട്ട് എന്താണ് ബന്ധം അച്ചോ? സ്നാനം എന്ന് പറയുന്നത് അതിന് സിമ്പിൾ ആയിട്ട് വേണ്ടത്. ഞാനിതിന്റെ ആദ്യ ഭാഗത്ത് ഓർപ്പിച്ചു, അത് തളിക്കുന്നതോ കുളിക്കുന്നതോ അല്ല പ്രധാനം. പ്രധാനം വിശ്വസിക്കുക എന്നുള്ളതാണ്. ബൈബിളിൽ നമ്മൾ 2 തരം സ്നാനമാണ് കാണുന്നത്. ഒന്ന് മാനസാന്തര സ്നാനം, 2 വിശ്വാസ സ്നാനം. മാനസാന്തര സ്നാനത്തിന് പോലും വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. കേട്ടോ, പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്. അവിടെ അത് മാത്രം മതി. യേശുവിനെ രക്ഷകനായി ഏറ്റുപറയേണ്ടുന്ന ഒരു സമയമായിട്ടില്ല. യോഹന്നാൻ ഇവിടെ സ്നാനം കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കുണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം പാപങ്ങൾ ഏറ്റുപറയണം. തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ അറിയാം, തന്റെ സ്നാനത്തിനായി എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാ. അപ്പോ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇങ്ങനെ ഒന്ന് മുങ്ങിപ്പോയാൽ മതിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാ എന്ന് കേട്ട് യോഹന്നാൻ വരട്ടുകയാണ്, സർപ്പസന്തതി എന്ന് വിളിക്കുകയാണ്. 8-ാം വാക്യം പറയാം, മാനസാന്തരത്തിന് യോഗ്യമായ ബലം കായ്പിൻ. അപ്പൊ ബലം കായ്പാൻ താല്പര്യമില്ലാതെ മുങ്ങിപ്പൊങ്ങിയാൽ കാര്യം നടക്കും, അല്ലെങ്കിൽ വെള്ളം തളിച്ചാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചു തന്നത് ആരാ എന്ന് ചോദിച്ച് സർപ്പസന്തതി എന്ന് യോഹന്നാൻ വിളിക്കുകയാണ്. അപ്പോൾ യോഹന്നാന്റെ സ്നാനത്തിന് പോലും പാപങ്ങളെ ഏറ്റുപറയേണ്ടെന്ന ആവശ്യമുണ്ട്. വിശ്വാസ സ്നാനത്തിന് പാപം ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, യേശുവിനെ വിശ്വസിക്കണം, രക്ഷകനായി ഏറ്റുകൊള്ളണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് എടുക്കേണ്ടുന്ന ഒരു സ്നാനത്തിനു പകരം എന്താ അച്ഛാ ഈ പഠിപ്പിച്ചു വെക്കുന്നത്? മാനസാന്തര സ്നാനത്തിൽ പാപം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടേണ്ടിടത്ത് അത് ചെയ്യാതെ വന്നപ്പോൾ യോഹന്നാൻ അവരെ വിളിക്കുകയാണ് സർപ്പസന്തതികളെ. പാപം എന്താണെന്ന് തിരിച്ചറിവില്ലാത്ത, യേശു ആരാണെന്ന് തിരിച്ചറിയാത്ത, വിശ്വാസം എന്താണെന്ന് തിരിച്ചറിവില്ലാത്ത 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് ചെന്ന് തലയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളും നിർവൃതി അടയുന്നു. കുഞ്ഞിനത് അറിയില്ലല്ലോ. അത് പിന്നീട് മുതിർന്നു കളയുമ്പോൾ ഞങ്ങൾ പെട്ടു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. വാസ്തവത്തിൽ പാവങ്ങൾ പെട്ടതാണ്, ഈ ജനത്തെ പെടിയിച്ചതാണ്. അവർ പിന്നെ ബൈബിൾ വായിക്കുന്നില്ല, കാര്യം ഗ്രഹിക്കുന്നില്ല. ഇതേ പൗരോഹിത്യ വർഗം അവരുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ദുരുപദേശം അവർ നുകർന്നുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ തൃപ്തരായി ജീവിക്കുകയാണ്. ജനത്തിന് അറിയില്ല. അപ്പൊ സ്നാനത്തിന്റെ ബേസ് എന്ന് പറയുന്നത് പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ അതിനകത്തുണ്ടാകണം. മഹാപാപിയായിരിക്കുന്നവൻ പാപിയാണെന്ന് പോലും വിശ്വസിക്കാതെ മുമ്പിലേക്ക് പോകുന്ന ഗതികെട്ട കാലം. എത്ര കാലം വിശ്വാസിയായി തുടർന്നാലും
പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു നടക്കുന്ന നാമധേയ ക്രൈസ്തവരുടെ ഗതികേട് യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ടേറ്റ് പറഞ്ഞ് പാപമോചനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെയും എന്തിന് ഞാൻ പാപി എന്ന് പറഞ്ഞ് നടക്കേണ്ടുന്ന കാര്യം? ഏതെങ്കിലും ഒരു കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന കാരണത്താൽ ഞാൻ ജയിൽ പുള്ളിയാണെന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. When you are released, then and there, എപ്പോഴാണ് നിങ്ങൾ റിലീസ് ആകുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ജയിൽ പുള്ളി എന്ന പദവി നിങ്ങൾക്ക് മാറുകയാണ്. നിങ്ങൾക്ക് മറ്റൊരു പദവി വരികയാണ്. ക്യാൻസർ രോഗമുണ്ടായിരുന്നു, ചികിത്സിച്ചു, ഭേദമായി. ഞാൻ ഇപ്പോഴും ക്യാൻസർ പേഷ്യന്റ് എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ബാധിതനായിരുന്നു, പാപിയായിരുന്ന നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറയുമ്പോൾ നാം നീതിമാനായി മാറുന്നു, വിശുദ്ധനായി മാറുന്നു, ദൈവമക്കളായി മാറുന്നു. എത്ര പൊസിഷൻസ് ആണ് നമുക്ക് കിട്ടാനുള്ളത്? പാപമേറ്റു പറയേണ്ടുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് പാപമേറ്റു പറയിക്കാതെ അവരെ ഇപ്പോഴും പാപിയായി തുടർത്തിയിട്ട് പിന്നെയും ഞങ്ങൾ പാപികളായി ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് കളിമണ്ണിനോട് വിളിച്ചു പറയത്തക്ക നിലയിൽ ഈ ജനത്തെ കുരുടന്മാരാക്കുവാൻ നിങ്ങൾക്ക് കപ്പം തന്നിരിക്കുന്നതാർ. യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവമക്കളാകുമെങ്കിൽ ദൈവരാജ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജനത്തെ പോലെ ഈ ജനത്തെ കുംഭസാര കൂട്ടിലും മറ്റു വരാന്തയിലും കൂടി ഈ ജനത്തെ നടത്തുന്ന നിങ്ങൾക്ക് എവിടെ നിന്നാണ് സ്പോൺസർഷിപ്പ് ഉള്ളത്? നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേതാണ്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സുന്ദരമായ വാക്യമാണ്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടു, ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ സ്നാനത്തിൽ അടക്കപ്പെടുന്നു, വിശ്വാസത്താൽ ഉയർക്കുന്നു. വിശ്വാസം ഇല്ലാതെ എങ്ങനെ ഉയർക്കും? വെള്ളത്തിനടി കിടക്കുകയാണോ? അപ്പൊ നിങ്ങൾ വെള്ളത്തിനടി കിടത്തുന്നില്ല, തളിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ആ പ്രശ്നം വരുന്നില്ല. എന്തൊരു ദുര്യോഗമാണ് സുഹൃത്തെ ഇത്. 1 പത്രോസ് 3:21 പറയുന്നത്, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ. അപ്പൊ ജഡത്തിന്റെ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല സ്നാനം, നല്ല മനസാക്ഷിക്കുള്ളതാണ്. അപ്പോൾ ഇത് അകത്തെ കാര്യമാണ്. ജഡത്തിന്റെ അഴുക്ക് കളയാൻ കുഞ്ഞു മുള്ളിയിട്ട് വിളിക്കുന്നപ്പോ ഓടിച്ചെന്ന് കഴുകി കൊടുക്കുന്നത് ജഡത്തിന്റെ അഴുക്ക് കളയാനാണ്. അമ്മാതിരി ഉള്ളൊരു കുളിയല്ല ഈ കുളി. ആ കുളി പോലും കളിയല്ല, പിന്നെ എങ്ങനെ ഈ കുളി കളിയാകും? അപ്പൊ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത പാപം ജനത്തിന് പറഞ്ഞു കൊടുക്കണം. കഴിയില്ലെങ്കിൽ റബ്ബർ വെട്ടാൻ പോണം, മറ്റെന്തെങ്കിലും പണിക്ക് പോണം, ഇത് മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് വെക്കണം. കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ബൈബിൾ സിമ്പിളായി പറയുന്നത് വിശ്വസിച്ച് സ്നാനമേൽക്കുക. മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനപ്പെടാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നല്ല, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നാം അതേ ക്രൈസ്തവർ പറയുന്നത്, മുതിരുന്നതിന് മുമ്പ് ഈ കുഞ്ഞെങ്ങാനും മരിച്ചു പോയാൽ ഇതിന് സ്വർഗരാജ്യത്തിലെത്താൻ കഴിയില്ല, അതിനുവേണ്ടി ഇവർ ടിക്കറ്റ് എടുത്ത് വെക്കുന്നതാണ്. അതിന് നിങ്ങൾ മെനക്കെടണ്ട, അതിനുവേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ കർത്താവാണ് നോക്കുന്നത്. അതിന് ദൈവം ആർക്കും അധികാരം തന്നിട്ടില്ല. അത് നന്മ തിന്മ തിരിച്ചറിയാൻ പ്രായമാകുമ്പോൾ അപ്പോഴേ ആ കൊച്ചിന് പ്രശ്നം വരുന്നുള്ളൂ. നന്മ തിന്മകളെ തിരിച്ചറിയുക എന്നൊരു പ്രശ്നം ഏതനിലാണ് ഉണ്ടാകുന്നത്. നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാമെന്നുള്ളവർ അവരുടെ ഭാരം ആ കൊച്ചിന്റെ തലയിൽ വെച്ച് കെട്ടുകാനൊന്നും ശ്രമിക്കണ്ട, അതിൽ കഥയില്ല. അതുകൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ സ്നാനമേറ്റാലും ശിക്ഷാവിധിയിൽ അകപ്പെടും. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 10-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ച് അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ആഗ്രഹം. എന്താ പൗലോസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അപ്പൊ അവർക്ക് അറിവൊന്നുമില്ല, എങ്കിലും എരിവുണ്ട്. അപ്പൊ ഈ അച്ഛന്റെ ആൾക്കാർ കാണിക്കുന്നതും അറിവില്ലാതെ എരിവ് കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അയ്യോ കുഞ്ഞുങ്ങൾ വല്ലതും മരിച്ചു പോയാൽ നരകത്തിൽ പോകുന്നു വെച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ്. എന്നാൽ മുതിർന്നവർ നരകത്തിൽ പോകുന്നതിന് ഇത്രയും ചിന്തയില്ല കേട്ടോ. കൊച്ചുങ്ങളെ സ്നാനപ്പെടുത്തി വിട്ടാൽ, ഒന്ന് കുളിപ്പിച്ചു വിട്ടാൽ, അല്ലെങ്കിൽ തളിച്ചു വിട്ടാൽ അവർ സ്വർഗത്തിൽ പോകുന്ന ആരോ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്. ഇവരെ കുറ്റം വേണ്ട കാര്യമില്ല, ആ എരിവ് കൊണ്ട് ചെയ്യുക. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി അന്വേഷിച്ച് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കണ്ടോ,
ഇത് സ്വന്തം നീതി അനുസരിച്ചായി പരിപാടിയൊക്കെ ചെയ്യുന്നത്. ദൈവത്തിന്റെ നീതിക്ക് അവരെ കീഴ്പ്പെടുന്നില്ല. ബിക്കോസ് ദേ ഡോണ്ട് നോ, ദേ ആർ അൺഅവെയർ അബൌട്ട് ഇറ്റ്. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഇറ്റ്സ് വെരി ക്ലിയർ. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. അപ്പൊ വിശ്വസിക്കാത്തവന് നീതി ലഭിക്കില്ല. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്തിലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. കണ്ടോ, വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് പറയുന്ന ആൾക്കാരോടാ പറയുന്നേ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനമാകുന്നു. ക്രിസ്തുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കേട്ടോ, എല്ലാ സ്നാനപ്പെട്ട കാര്യം എന്തുവാ? രക്ഷിക്കപ്പെടാൻ സിമ്പിൾ 2 കാര്യം സംഭവിക്കണം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം. അവൻ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. സുഹൃത്തുക്കളെ, വിശ്വസിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകത്തില്ലെന്ന് തിരുവെഴുത്ത് അടിവരയിട്ട് പറയുമ്പോൾ, വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജനിച്ച് 30 ദിവസത്തിനകം തലേക്കൂടി വെള്ളവും തളിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ നിത്യജീവൻ ലഭ്യമാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? വിശ്വസിക്കാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടാകാത്തിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടികൾക്ക് തിരുവെഴുത്തുമായി ബന്ധമില്ല എന്നറിയണം. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ മുള്ളിയിട്ട് മൂളി എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ തലയിൽ വെള്ളമൊഴിച്ചു കൊടുക്കരുത്. അത് സ്നാനമല്ല. അത് കർത്താവിനോട് ചേരുന്ന പ്രക്രിയയുമായിട്ട് അതിന് ബന്ധമില്ല എന്ന വസ്തുത ദയവായി തിരിച്ചറിയണം. മാന്യ സുഹൃത്തുക്കൾ, സ്വർഗരാജ്യത്തിൽ പോകേണ്ടുന്ന ഗൗരവമേറുന്ന പടിയായ സ്നാനം ചെയ്യാതിരിക്കാൻ തെറ്റായ സ്നാനങ്ങൾ കൊടുത്തിട്ട് അവകൾ കൊണ്ട് തൃപ്തിപ്പെടുത്തി ജനത്തെ നരകത്തിലേക്ക് വലിച്ചെറിയുവാൻ പിശാച് ചെയ്യുന്ന ഈ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുക. ഇവർ ഈ പറയുന്ന കള്ളത്തരങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിയുവാനും വിശ്വസിക്കുവാനും നിങ്ങൾ തയ്യാറാവുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി.